സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ചൊവ്വാഴ്ചയാണ് പ്രചാരണത്തിന്റെ കുട്ടിക്കലാശം. എൻഡിഎക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കോഴിക്കോട്ടും കുന്നത്തുനാടിലും പ്രചരണം നടത്തും. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും UDF-നായി ഇന്ന് പ്രചാരണത്തിന് കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ഇന്നലെ കണ്ണൂരിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പര്യടനം. LDF-നും UDF-നുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ന് നേതൃത്വങ്ങൾ മറുപടി പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് R. ശ്രീജിത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. ഈസ്റ്റർ ദിനാശംസകൾ താങ്കൾക്ക്. പറയൂ വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. ഈസ്റ്റർ ആശംസകൾ. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വാശിയേറിയ ദിനങ്ങളിലൊന്നായിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ദേശീയ നേതാക്കൾ കളം നിറഞ്ഞ് പ്രചരണം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കാണാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ കേരളത്തിൽ പ്രചരണം ആരംഭിച്ചു. ഇന്ന് BJP-യുടെ ദേശീയ നേതാക്കളായ അമിത്ഷാ, JP നദ്ദ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ BJP NDA സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിനായി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ AICC-യുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൊട്ടാരക്കര അടക്കമുള്ള മണ്ഡലങ്ങളിലേക്കും ഇന്ന് പ്രചരണ പരിപാടികൾക്കായി എത്തും. അങ്ങനെ ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ BJP-ക്കും ഒപ്പം തന്നെ UDF-നുമായുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് MA ബേബിയുടെ വാർത്താ സമ്മേളനവും AKG സെന്ററിൽ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിമർശനങ്ങൾക്കുള്ള മറുപടി പറയാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം വലത് മുന്നണികൾ നുണ പറയുന്നു, ശബരിമല സ്വർണ്ണക്കള്ളടക്കമുള്ള കാര്യങ്ങൾ നുണ പറയുന്നു, FCRA വിഷയത്തിൽ നുണ പറയുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇന്നലെ പ്രധാനമന്ത്രി തിരുവല്ലയിലെ പൊതുയോഗത്തിൽ ഉന്നയിച്ചത്. അതിനുള്ള കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ LDF-ന്റെയും മറുപടി ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കേവലം 4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ചൊവ്വാഴ്ച, അതായത് മറ്റന്നാൾ വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കുകയാണ്. അതുകൊണ്ട് നാടും നഗരവുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ അമർന്നു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, വാക്പോരുകളെല്ലാം തെരഞ്ഞെടുപ്പിന്റെ പൊതു പ്രചരണ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ള ഉദ്വേഗമാണ് എല്ലായിടത്തും ഉള്ളത്. എന്തായാലും ഭരണം നിലനിർത്താൻ LDF-ഉം 10 കൊല്ലത്തെ അധികാരനഷ്ടം തിരിച്ചുപിടിക്കാൻ UDF-ഉം കേരളത്തിൽ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ NDA-യും ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. SK. ഓക്കെ, താങ്ക് യു. R. ശ്രീജിത്താണ് വിവരങ്ങളുമായി തിരുവനന്തപുരം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.